ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വന്നതാണേ. നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് തന്നെയാണ്. വേറെ എന്ത് സമ്പത്തുണ്ടെങ്കിലും ഈ മൈൻഡ് പോയാൽ പിന്നൊന്നുമില്ല. അപ്പോൾ ഈ മൈൻഡിനെ നമ്മൾ ഒരു പളുങ്ക് പാത്രം പോലെ നമ്മൾ സംരക്ഷിക്കണം. നമ്മളുടെ മനസ്സിനെ സംരക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളുടെ മനസ്സിനെ പളുങ്ക് പാത്രം പോലെ സൂക്ഷിക്കുക എന്നുള്ളത് അത് ഇച്ചിരി പാടായിട്ടോ പറയാനൊക്കെ വളരെ അല്ലേ. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ നല്ലത് ചിന്തിക്കുന്നു, നല്ലത് പറയുന്നു, നല്ലത് കേൾക്കുന്നു, മറ്റുള്ളവരെ പറ്റി നല്ലതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അതൊക്കെ ഓക്കെ, നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മളെ മനസ്സിനെ പോസിറ്റീവാക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് ചില ബാഹ്യ ഘടകങ്ങൾ നമ്മളുടെ അടുത്തേക്ക് പൈശാചികമായിട്ട് കയറി വരും. നമ്മുടെ മനസ്സിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിനെ തകർക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിലെ പോസിറ്റീവ് മാറ്റി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും ഉള്ള ഭൗതിക ശക്തികൾ പിശാചിൻ്റെ രൂപത്തിൽ വരും. അങ്ങനെയല്ല കേട്ടോ. ശരിക്കും നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കും. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ മനസ്സിൻ്റെ ശക്തി അതിൻ്റെ നന്മയെ ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ നന്മ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതെപ്പോഴും ശുദ്ധമായിരിക്കണം. ബാഹ്യമായിട്ടുള്ള നെഗറ്റീവ്സിനെ എല്ലാം തട്ടിക്കളയുന്ന രീതിയിൽ ഒരു ശക്തമായ ഒരു കവറ് നമ്മുടെ മനസ്സിൽ ഇട്ടേക്കണം. അതിൽ പ്രധാനമായിട്ടൊന്ന് ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അവരുമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അധികം ബന്ധപ്പെടാത്തതാണ് നല്ലത്. എന്താ വെച്ചാൽ ചില ആൾക്കാരുണ്ട്, എല്ലാവരിലും നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. സൈക്കോയാണത്. ആരെ കണ്ടാലും അവരുടെ നെഗറ്റീവ് പറയുക, മോശം കാര്യങ്ങൾ. അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരദൂഷണം പറയുക എന്ന് പറയും. മറ്റുള്ളവരെ പറ്റി അവരുടെ മുന്നിൽ പറയുന്നില്ല, എന്നിട്ട് നമ്മളെടുത്ത് വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുക. കുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ മാഷേ? കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഇപ്പം ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മോട്ടിവേറ്ററായിട്ട് നിൽക്കുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ എനിക്ക് കാണും. പക്ഷെ ആ കുറ്റം ഞാൻ അറിയണമെന്നില്ല. അത് വേറൊരാളാണ് നമ്മളുടെ കാര്യങ്ങളിൽ അസസ് ചെയ്യാൻ കൂടുതൽ നല്ലത്. എങ്കിലും നമ്മൾ സ്വയം നമ്മളെ അനലൈസ് ചെയ്യുന്ന ബെസ്റ്റായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഞാൻ പുറത്തേക്ക് മാറി നിന്ന് നമ്മളെ ഒന്ന് വീക്ഷിക്കുക വേറൊരാളായിട്ട്. അപ്പോൾ വട്ടാണെന്ന് ഓർക്കരുത് കേട്ടോ. ലേശം വട്ടൊക്കെ ഉള്ളത് നല്ലതാണോ? ഇച്ചിരി വട്ടമുള്ളത് തന്നെയാണ് ഈ ലോകത്ത് നല്ലത്. ഇപ്പം എൻ്റെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ഞാൻ സ്വയം അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാറി നിന്നിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യണം നമ്മുടെ കുറവുകൾ. ഞാൻ നോക്കിയായിരിക്കും ഒത്തിരി കുറവുകളുണ്ട്. അത് ഓരോന്നോരോന്ന് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പോൾ അത് പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ നെഗറ്റീവ് ശക്തികളുമായിട്ട് വരുന്നത്, നെഗറ്റീവ് തോട്ട്സുമായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കഴിവതും ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സ് പല പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു മാരക വിഷം ആണ് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കാഞ്ഞിരത്തിൻ്റെ കയ്പ് പോലുള്ള സംഭവം നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചു കഴിഞ്ഞാൽ നമുക്കും ആ കയ്പ് അനുഭവപ്പെടും, നമുക്ക് ആ നെഗറ്റീവ് അനുഭവപ്പെടും. നമ്മുടെ മനസ്സ് വിഷമയമായി പോകും. അപ്പോൾ അങ്ങനെ ഈ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു വന്ന് നമ്മളെ സോപ്പിടാൻ വേണ്ടി ചിലരുടെ വിചാരം അങ്ങനെയായിരിക്കും. അവരുടെ കുറ്റം വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആകുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ആയിരിക്കും. ശത്രുക്കളില്ലാതിരിക്കട്ടെ, അത് തന്നെയാണ് എപ്പോഴും നല്ലത് അല്ലേ. ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ നാളത്തെ മിത്രമാകും, പറയാൻ പറ്റത്തില്ല.
ഇന്നത്തെ മിത്രം എന്ന് പറയുന്ന നാളത്തെ ശത്രുവാകും. അപ്പം അതിന് മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും. കഴിവതും ശത്രുക്കളെ ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ പറഞ്ഞു വരുന്ന കാര്യം, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവും നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കഴിവതുമല്ല, ഒഴിവാക്കുക തന്നെ വേണം. നമ്മൾ ആരുടെയും കുറ്റം പറയാൻ നിൽക്കരുത്. നമ്മളും ആരുടെയും കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറയണ്ട. പറഞ്ഞുകൊണ്ട് വരുന്നവരെ അടിപ്പിക്കാനും പാടില്ല. ചില ആൾക്കാർക്കുണ്ട് ഇതൊക്കെ കേൾക്കുന്ന താല്പര്യമുണ്ട്. അവരുടെ അപ്പുറത്തെ അയൽവക്കത്തെ വിശേഷങ്ങളും മറ്റേ ചേട്ടൻ്റെ മോള് മറ്റവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യവും അല്ലേ, ഇതൊക്കെ പറയുന്നവരുണ്ട്. അറിഞ്ഞ പാടെ അതും കൊണ്ട് ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവമേ, സത്യം നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് സങ്കടമാണ് വരുന്നത്. പിന്നെ ഇത് പറയണ്ട, നമുക്ക് നാളെ എന്താ, നമുക്കുണ്ട് മക്കൾ, നാളെ നമുക്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ എന്നല്ലേ, ഈ അടുത്ത നിമിഷം എന്താണെന്നുള്ള കാര്യം പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ ആ കുറ്റം ഉറപ്പായിട്ട് നാളെ നമുക്ക് വരുന്നില്ലെന്ന് എന്താ ഉറപ്പ്? വല്ല ഉറപ്പുണ്ടോ? അപ്പോൾ ആരുടെയും കുറ്റം പറയാതിരിക്കുക. കുറ്റങ്ങൾ കുറവുകളും പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ കുറച്ച് നേരം, ഇപ്പോൾ അവരെ പിണക്കി വിടണമെന്നല്ല, നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക, കേൾക്കുക. കുറച്ച് നേരം പിണക്കി ഇട്ടിട്ട് അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകും. സാധാരണ എൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്, കുറ്റം പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന ആണോ, എന്നിട്ട് അത് കൊള്ളാലോ പക്ഷേ മോശമായിപ്പോയി, എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളുണ്ട്. കാരണം കേൾക്കാൻ താല്പര്യമുള്ളവർ. പക്ഷേ നമ്മൾ തന്നെ ചെവി കൊടുക്കരുത്. നമ്മൾ ജോലി ചെയ്യുക, പ്രാർത്ഥിക്കുക, പാട്ട് പാടുക അവർ പറയുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഇത് ഇവിടെ അത് ഏക്കത്തില്ല, അതുകൊണ്ട് വിട്ടേക്കാൻ നോക്കും. അപ്പം നമ്മുടെ മനസ്സ് പ്രാർത്ഥനയിലും മൊഴിയാലും കുഴപ്പമൊന്നുമില്ല. പാട്ട് പാടിക്കുമോ എന്നോടൊരിടത്തേക്ക് അവരപ്പം തന്നെ അവർക്കൊരു ചെറിയ ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ട് അവരങ്ങ് പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളെ അങ്ങനെ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. നമ്മുടെ ഓഫീസിലുണ്ടാവും, നമ്മൾ വേറെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ടാവും, നമ്മുടെ വീടിനകത്ത് മീൻസ് വീടിൻ്റെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. പിന്നെ ചിലരുണ്ട് അപ്ഡേറ്റ് ആയിട്ട് ഫോൺ ചെയ്ത് കുറ്റങ്ങളും കുറവുകളും അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓഫീസിലെ കാര്യം, അവിടുത്തെ ഓഫീസിലെ കാര്യമൊക്കെ വിളിച്ച് 1 മണിക്കൂർ തന്നെ സംസാരിക്കും. എന്താ, കിടക്കുന്നതിന് മുമ്പ്. നെഗറ്റീവ്സ്. ഉറക്കം ശരിയാകത്തില്ല. അവിടെ മനസ്സ് മോശമായിക്കൊണ്ടിരിക്കും. ഉറപ്പിലുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യനാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ചിലപ്പോൾ ചില സമയത്ത് കേൾക്കേണ്ടി വരും. നമ്മളൊരു സമൂഹ ജീവിയായതുകൊണ്ട് എല്ലാവരും ഒരുപോലെ അല്ലെന്നുള്ളത് കൊണ്ടും എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമായതുകൊണ്ടും നമ്മളിതൊക്കെ ചിലപ്പോൾ കേൾക്കുകയും പറയുകയും ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് പ്രോത്സാഹനം ഒരിക്കലും കൊടുക്കരുത്. നിരന്തരം ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കളയുക. മനസ്സ് പളുങ്കുപാത്രം പോലെ സൂക്ഷിക്കുക. താഴെ വീണ് ഉടച്ച് കളയരുത്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ബൈ.